ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 39 യോഗമായ പ്രാദുർഭാവവും ശ്രീകൃഷ്ണ ജന്മോത്സവവും. ശ്ലോകങ്ങൾ 6 മുതൽ 10 കൂടി. ഓം നമോ നാരായണായ. ശ്ലോകം 6. നൃശംസതരകം സതേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യതം ജഗ്മുഷി മരുദ്ഗണപണായിത ഭുവി ച മന്ദിരാണ്യേയുഷി. നൃശംസതര കംസ തേ മയാ വിനിഷ്പിഷ്ടയാക്കുമോ. ക്രൂരനായ കംസ, എന്നെ വധിച്ചിട്ട് നിനക്കെന്താണ് കാര്യം? ഭവദന്തക ക്വചന ബഭുവ, നിന്റെ അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ട്. തേ ഹിതം ചിന്തിതാം, നിനക്ക് നല്ലതേതാണെന്ന് ചിന്തിക്കുക. ഇതി വിഭോ ത്വദനുജാ തം ഖലം ഉദീര്യ ജഗ്മുഷി. എന്നിങ്ങനെ ഭഗവാനെ അങ്ങയുടെ അനുജത്തി ആ ദുഷ്ടനോട് പറഞ്ഞതിന് ശേഷം അപ്രത്യക്ഷയായി. മരുദ്ഗണപണായിത ഭുവി മന്ദിരാണി ഏയുഷീ ച. ദേവന്മാരാൽ പ്രകീർത്തിക്കപ്പെട്ട് ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും ദേവി പ്രതിഷ്ഠിക്കപ്പെട്ടു. യോഗമായ ദേവി അന്തരീക്ഷത്തിൽ നിന്ന് കംസനോട് പറഞ്ഞു, ക്രൂരനായ കംസ, എന്നെ വധിച്ചതുകൊണ്ട് നിനക്കെന്താണ് പ്രയോജനം? തൻ്റെ അന്തകൻ സുരക്ഷിതനായി എവിടെയോ ജനിച്ചിട്ടുണ്ട്. ഇനി നിനക്ക് നല്ലതേതാണെന്ന് ചിന്തിക്കുക. എന്നിങ്ങനെ പറഞ്ഞ് ഭഗവാന്റെ അനുജത്തി അപ്രത്യക്ഷയായി. ദേവന്മാരാൽ പ്രകീർത്തിക്കപ്പെട്ട ദേവിയെ അംബിക, ചണ്ഡിക, നാരായണി, ഗൗരി, ഭദ്രകാളി, കുമുദ, വിജയ, ഈശാന, സരസ്വതി എന്നിങ്ങനെ ഭൂമിയിലെ പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു. ശ്ലോകം 7. പ്രഗേ പുനരഗാത്മജ വചനമീരിത ഭൂഭുജ പ്രലംബ ഭഗപൂതന പ്രമുഖദാനവ മാനിന ഭവന്നിധന കാമ്യയാ ജഗതി ബഭ്രമുർനിർഭയാ കുമാരക വിമാരക കിമിവ ദുഷ്കരം നിഷ്കൃപൈ. പുനഃ പ്രഗേ അഗാത്മജ വചനം ഭൂഭുജ ഈരിത. പ്രഭാതത്തിൽ ദേവി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ കംസൻ പറഞ്ഞറിഞ്ഞപ്പോൾ മാനിന പ്രലംബ ഭഗപൂതന പ്രമുഖദാനവ. ദുരഭിമാനികളായ പ്രലംബൻ, ഭഗൻ, പൂതന തുടങ്ങിയ അസുരന്മാർ ഭവൻ നിധനകാമ്യയ കുമാരക വിമാരക നിർഭയ ജഗതി ബഭ്രമു. അങ്ങയെ വധിക്കുവാനുള്ള ആഗ്രഹത്താൽ കുട്ടികളെ കൊന്നുകൊണ്ട് നിർഭയരായി ലോകത്ത് സഞ്ചരിച്ചു. നിഷ്കൃപൈ കിമിവ ദുഷ്കരം. ദയ തീരെ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്താണുള്ളത്? തൻ്റെ അന്തകൻ സുരക്ഷിതമായ ഏതൊരിടത്ത് ജനിച്ചുവെന്ന ദേവിയുടെ പരാമർശം കംസൻ തൻ്റെ സഹായികളോട് പറഞ്ഞു. അപ്പോൾ ദുരഭിമാനികളും ദുഷ്ടന്മാരുമായ പ്രലംബൻ, ഭഗൻ, പൂതന തുടങ്ങിയ അസുരന്മാർ ലോകത്തെല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ച് അങ്ങയെ വധിക്കുവാനുള്ള ആഗ്രഹത്താൽ നിരവധി കുട്ടികളെ കൊന്നൊടുക്കി. ദയാദാക്ഷിണ്യം ഇല്ലാത്ത ക്രൂരന്മാർക്ക് ചെയ്യാൻ പാടില്ലാത്തതൊന്നുമില്ലല്ലോ എന്ന് ഭഗവാനോട് പറഞ്ഞ് ഭട്ടതിരിപ്പാട് ശ്ലോകം ഉപസംഹരിച്ചു. ശ്ലോകം 8. തദ പശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയ പ്രസൂതി ശയനേശയേ രുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാ ജനൈ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. മുകുന്ദ തദ ത്വയി പശുപമന്ദിരേ നന്ദപ്രിയ പ്രസൂതി ശയനേശയേ. മോക്ഷപ്രദ, പിന്നീട് അങ്ങ് നന്ദഗോപരുടെ ഭവനത്തിൽ യശോദാദേവിയുടെ പ്രസവശയ്യയിൽ കിടന്ന് കിഞ്ചിത് അഞ്ജത് പദേ രുവതി
വനിതാജനൈ വിബുദ്ധ്യതനയ സംഭവേ ഘോഷിതേ. മെല്ലെ കാൽ കുടഞ്ഞ് ശബ്ദിക്കുവാൻ തുടങ്ങി. സ്ത്രീകൾ ഉണർന്നപ്പോൾ ആൺകുട്ടിയുണ്ടായ വിവരം അറിഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അഹോ കിമു വദാമി സകലം ഗോകുലം മുദാ ആകുലം. എന്താണ് ഞാൻ പറയേണ്ടത്? അമ്പാടിയിലുള്ള ജനങ്ങൾ മുഴുവനും സന്തോഷത്തിൽ ആറാടി. മോക്ഷദായകനായ ഭഗവാൻ നന്ദഗോപരുടെ ഭവനത്തിൽ യശോദാദേവിയുടെ പ്രസവശയ്യയിൽ കിടന്ന് മെല്ലെ കാലുകൾ കുടഞ്ഞ് ശബ്ദമുണ്ടാക്കി. പ്രഭാതത്തിൽ സ്ത്രീകൾ ഉണർന്നപ്പോൾ യശോദാദേവിക്ക് സുന്ദരനായ ആൺകുഞ്ഞ് പിറന്ന വർത്തമാനമാണ് അവർ കേട്ടത്. അവരെല്ലാം ആശ്ചര്യപ്പെട്ടു. ഈ സന്ദർഭത്തിൽ ഭട്ടതിരിപ്പാട് ഗോകുലത്തിലാണ് താനെന്ന് സങ്കല്പിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്താണ് ഞാൻ പറയേണ്ടത്? അമ്പാടിയിലെ ആബാലവൃദ്ധൻ ജനങ്ങൾ സന്തോഷത്തിൽ ആറാടി. താൻ നേരിൽ കണ്ടതുപോലെ ഭട്ടതിരിപ്പാട് സംഭവത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഗുരുവായൂരപ്പനായ ശ്രീകൃഷ്ണനിൽ ഭട്ടതിരിപ്പാട് ലയിച്ചുപോയി എന്നാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവനും ശ്രീകൃഷ്ണ ശിശുവിലായി. ഇതും ഒരു സമാധി അവസ്ഥ തന്നെ, താൽക്കാലികമെങ്കിലും. ശ്ലോകം 9. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്ദികേ പ്രഥമമാപി ബന്ധ്യാദൃശാ പുനഃസ്തനഭരം നിജം സപദി പായയന്ത്യാമുദാ മനോഹരതനുസ്പൃശ ജഗതി പുണ്യബന്ധോജിതാ. അഹോ ഖലു നവകളായ ചേതോഹരം ഭവന്തം. ആശ്ചര്യം തന്നെ, പുതിയ കായാമ്പൂ പോലെ മനോഹരമായ അങ്ങയുടെ പ്രഥമം അന്തികെ ദൃശ അലം ആഭിബന്ധ്യ. ആദ്യമായി വളരെ അടുത്തു നിന്ന് കണ്ണുകൾ കൊണ്ട് മതിയാവോളം ആസ്വദിക്കുവാനും പുനഃസപതി മുദാനിജം സ്തനഭരം പായയന്ത്യ, അതിനുശേഷം വളരെ സന്തോഷത്തോടെ തൻ്റെ മുലൽപ്പാൽ നൽകിയും മനോഹര തനുസ്പൃശ, സുന്ദരമായതും മൃദുലവുമായ ശരീരം തലോടിയും യശോദയാ ജഗതി പുണ്യബന്ധജിതാ, യശോദ ലോകത്തിലുള്ള പുണ്യവാന്മാർക്ക് പോലും ലഭിക്കാത്ത പരമപുണ്യം നേടി. യശോദയുടെ പരമപുണ്യത്തെപ്പറ്റി പറയുകയാണ്. പുതിയ കായാമ്പൂ പോലെ മനോഹരമായ ഭഗവാന്റെ ശൈശവ ശരീരത്തെ ജീവിതത്തിൽ ആദ്യമായി ഏറ്റവും അടുത്തുനിന്ന് കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കുവാനും അതിനുശേഷം വളരെ സന്തോഷത്തോടെ തൻ്റെ മുലപ്പാൽ ഭഗവാന് നൽകുവാനും സുന്ദരവും മൃദുലവുമായ ഭഗവാന്റെ ശൈശവ ശരീരം തലോടുവാനും അവസരം ലഭിച്ചത് പരമഭാഗ്യമല്ല, പരമപുണ്യമാണെന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. വളരെയധികം സൽക്കർമ്മങ്ങൾ ചെയ്ത് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണയോടെ ജീവിതം നയിച്ചവർക്കേ പുണ്യാധിക്യത്താൽ ഈ അപൂർവമായ സുഹൃതം ലഭിക്കുകയുള്ളൂ. ശ്ലോകം 10. ഭവത്കുശലകാമ്യയാ സ ഖലു നന്ദഗോപസ്തദാ പ്രമോദഭരസങ്കുലോ ദ്വിജകുലായ കിം നാദദാത് തഥൈവ പശുപാലകാഃ കിമു ന മംഗളം തേനിരേ ജഗത്ഹൃദയമംഗളത്വമിഹ പാഹി മാമാമയാത്. സ നന്ദഗോപ ഖലു തഥാ പ്രമോദ ഭരസങ്കുല. നന്ദഗോപരാകട്ടെ പരമാനന്ദപരവശനായി. ഭവത് കുശലകാമ്യയ ദ്വിജകുലായ കിം ന അദാദത്. അങ്ങയ്ക്ക് വേണ്ടി ബ്രാഹ്മണർക്ക് എന്താണ് ദാനം ചെയ്തത്? ധാരാളം ദാനം ചെയ്തു എന്ന് വ്യംഗ്യം. തഥാ ഏവ പശുപാലകാഃ കിമു മംഗളം ന തേനിരേ. അതുപോലെ ഗോപന്മാരും എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തില്ല? ജഗത് ഹൃദയമംഗളത്വം ഇഹ മാം ആമയാത് പാഹി. 3 ലോകങ്ങൾക്കും മംഗളത്തെ പ്രദാനം ചെയ്യുന്ന ഗുരുവായൂരപ്പ, ഇവിടെയുള്ള എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. നന്ദഗോപരുടെ അവസ്ഥ പറയുന്നു. ഭഗവാന്റെ ജന്മത്തിൽ ആനന്ദപരവശനായ അദ്ദേഹം ശിശുവായ ഭഗവാനു വേണ്ടി ഉത്തമ ബ്രാഹ്മണർക്ക് യഥേഷ്ടം ദാനം ചെയ്തു. അതുപോലെ ഗോകുലവാസികളായ ഗോപാലന്മാരും ഗോപികമാരും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു. ഭഗവത് ചൈതന്യം ലഭിക്കുമ്പോൾ മനുഷ്യന് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ മാത്രമേ തോന്നുകയുള്ളൂ.
നിരന്തരമായ ഭഗവത് സ്മരണ തന്നെയാണ് ഭഗവത് ചൈതന്യം ലഭിക്കുവാനുള്ള എളുപ്പമാർഗം. 3 ലോകത്തിനും മംഗളത്തെ പ്രദാനം ചെയ്യുന്ന ഗുരുവായൂരപ്പനോട് തനിക്കും മംഗളത്തെ നൽകി തന്നെ രോഗവിമുക്തനാക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം, ഹരേ കൃഷ്ണ.